മെഡിക്കൽ കോളേജിൽ പുക ഉയർന്നത് ബാറ്ററി കത്തിയതിൽ നിന്നെന്ന ഫയർഫോഴ്സിന്റെ റിപ്പോർട്ട്. UPS മുറിയിലെ 30 ബാറ്ററികളിൽ 5 എണ്ണം കത്തിയ നിലയിലാണ്. മറ്റിടങ്ങളിൽ തീപിടിച്ചതായി കണ്ടെത്തിയിട്ടില്ലെന്നും ഫയർഫോഴ്സ് റീജിയണൽ ഓഫീസറുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. VS രഞ്ജിത്ത്, എങ്ങനെയാണ് ഈ ബാറ്ററികൾക്ക് തീപിടിച്ചതെന്നാണ് ഫയർഫോഴ്സിന്റെ അനുമാനം? സുജിയ, കൃത്യമായ സാങ്കേതികമായ റിപ്പോർട്ട് വരണമെങ്കിൽ നേരത്തെ മുഖ്യമന്ത്രി സൂചിപ്പിച്ച പോലെ തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന് റിപ്പോർട്ട് പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ നിലവിൽ പ്രാഥമികമായി ഫയർഫോഴ്സ് സമർപ്പിച്ച റിപ്പോർട്ടിനകത്ത് ആശുപത്രിക്കുള്ളിൽ UPS റൂം എന്ന് പറഞ്ഞ് ക്രമീകരിച്ചിട്ടുള്ള ഒരു ചെറിയ മുറിയിൽ ഒരു 5 തട്ടുകളിലായി 30ഓളം ബാറ്ററികൾ ഉണ്ടായിരുന്നു. ആ ബാറ്ററികളിൽ 5 എണ്ണം കത്തിയ നിലയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ബാറ്ററി കത്തിയിട്ടാണ് ഈ തീ ഉടർന്ന് പുക ഉയർന്നതെന്നുള്ളതാണ് പ്രാഥമികമായി ഈ രക്ഷാപ്രവർത്തനം നടത്തിയ രക്ഷാദൗത്യം ഏറ്റെടുത്തിട്ടുള്ള ഫയർഫോഴ്സ് നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ തീപിടുത്തം അല്ലെങ്കിൽ പുക ഉയരുന്നതിന് തൊട്ടു മുൻപ് മെഡിക്കൽ കോളേജിനകത്ത് 3 തവണ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരുന്നു. ഇലക്ട്രിക്കൽ ഫെയിലിയർ സംഭവിച്ചിരുന്നു. ഈ ഇലക്ട്രിസിറ്റി ഫെയിലിയർ സംഭവിച്ചതിന് പിന്നാലെയാണ് ബാറ്ററി കത്തിയത്. അപ്പോൾ ഇതുമായി എന്തെങ്കിലും ബന്ധം, ഈ UPSന്റെ ബാറ്ററികളാണ് ഇവിടെ കത്തിപ്പോയിട്ടുള്ളത്. അപ്പോൾ ആ ബാറ്ററി കത്തുന്നതും ഇലക്ട്രിസിറ്റി ഫെയിലിയറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ബാറ്ററിയുടെ ക്വാളിറ്റി പ്രശ്നമാണോ, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് മാത്രമാണോ കാരണം? തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യക്തത സാങ്കേതികമായ അന്വേഷണത്തിൽ മാത്രമേ വരികയുള്ളൂ. ഇതൊരു പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോൾ ഫയർഫോഴ്സ് സമർപ്പിച്ചിട്ടുള്ളത്. മെഡിക്കൽ കോളേജ് 1.5 വർഷം മാത്രം മുൻപ് നിർമ്മിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള പുതിയ ബിൽഡിംഗ് ആണ്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി പദ്ധതി പ്രകാരം ഉണ്ടാക്കിയ ബിൽഡിംഗ് ആണ്. 1.5 വർഷം മുമ്പാണ് തുറന്നു കൊടുത്തത്. എല്ലാ ഉപകരണങ്ങളും പുതിയ ഉപകരണങ്ങളായിരിക്കും സ്വാഭാവികമായിട്ടും. പിന്നീട് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സാങ്കേതിക പിഴവുകൾ സംഭവിച്ചു, തീപിടുത്തമുണ്ടായി തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇപ്പോൾ ദുരൂഹത നിലനിൽക്കുന്നത്. അതാണ് ഈ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട കാര്യം. സുജയ.